ഈ ഗേറ്റ് തുറന്ന് രണ്ട് മക്കളെയും കയ്യിൽ ചേർത്ത് പിടിച്ച് ഷൈനി ഈ കാണുന്ന റോഡിലൂടെ മുമ്പോട്ട് നടക്കുകയാണ്. പുലർച്ചെ ഏകദേശം 2 കിലോമീറ്ററോളം നടന്നാണ് ഷൈനി മക്കളും ഈ മാതാ റോഡ് വഴി നമുക്ക് മുന്നിൽ കാണുന്ന ഈ റെയിൽവേ പാളത്തിലേക്ക് എത്തിയത്. 3 പേരും കൂടി നടന്ന് പാളത്തിലേക്ക് കയറിയതിന് ശേഷം നേരെ എറണാകുളം ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്ററോളം സഞ്ചരിച്ചു. 2.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് അവസാനം ഞാൻ ഈ നിൽക്കുന്ന ട്രാക്കിൽ എത്തുന്നത്. ഈ വാഴയുടെ സമീപത്തായിട്ട് അവർ നിന്നതാണ്, ആരും കാണാതെ. കാരണം ആ ഒരു സമയം നേരം വെളുത്തു വരികയാണ്. മറ്റുള്ളവർ കാണാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്തതാവാം. ഈ ഒരു ഭാഗത്ത് ഈ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ട്രെയിൻ വരുന്നതും കാത്തിരുന്നു. കോട്ടയത്ത് നിന്നും നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിനാണ് അവരെ ഇടിച്ച് തെറിപ്പിച്ചത്. ഒരു വളവാണ്. ആ വളവുള്ളത് കൊണ്ട് തന്നെ ഈ എൻജിൻ ഡ്രൈവർക്ക്, ലോക്കോ പൈലറ്റിന് ഇവർ നിൽക്കുന്നത് കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ 3 പേരിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ നിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞില്ല. ഈ ട്രെയിൻ കടന്നു പോകുന്ന പോലെ തന്നെ 5:30 മണിയോടുകൂടി തന്നെ ഈ അവരെ ഇടിച്ച് തെറിപ്പിച്ച് ട്രെയിൻ കടന്നു പോകുകയായിരുന്നു. ഇതൊരു ചെറിയ വാഴക്കൂട്ടം ഇവിടെ കാണുന്നുണ്ട്. റെയിൽവേയുടെ പുറമ്പോക്കാണ്. അപ്പോൾ ആരും കാണാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ദൂരം നടന്ന് ഇവിടേക്ക് എത്തിയത്. ഈ 2 ഭാഗവും ഉയർന്ന സ്ഥലമാണ്, കുന്നുപോലെ നിൽക്കുന്ന സ്ഥലമാണ്. റെയിൽവേ പാളം താഴ്ന്നു കിടക്കുകയാണ്. അധികം ആരും വരാത്ത സ്ഥലമാണ്. ഇങ്ങനെയൊരു സ്ഥലം നേരത്തെ തന്നെ ഷൈനി കണ്ടുവച്ചിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രെയിൻ വരുന്ന സമയത്ത് ഇവർ 3 പേരും കൂടി ഈ ട്രാക്കിന് നടുവിലേക്ക് കയറി അവിടെ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരുന്നു. പിന്നീട് ആ ട്രെയിൻ അവരെ ഇടിച്ച് തെറിപ്പിച്ചു. അങ്ങനെ 3 പേരും ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഷൈനി തിരഞ്ഞെടുത്ത ഈ പ്ലേസ് കോട്ടയം ഭാഗത്തു നിന്ന് നിലമ്പൂർക്ക് പോകുന്ന ട്രെയിൻ ഇതൊരു വളവ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ലോക്കോ പൈലറ്റ് പറഞ്ഞത് മാക്സിമം ഞാൻ ഓണടിച്ചു, ട്രെയിൻ നിർത്താൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് ആക്സിഡൻറ്റ് സംഭവിച്ചെന്നാണ് ലോക്കോ പൈലറ്റിൻ്റെ ഒന്ന് മൊഴി കൊടുത്തതായിട്ട് ശ്രദ്ധയപ്പെട്ടത്. ഒരുപക്ഷെ ഈ വളവുള്ളത് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുത്തതും അതുകൊണ്ടായിരിക്കും. ഷൈനി ഈ റൂട്ടിൽ കൂടെ ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങുന്നുണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഷൈനി ഈ സ്ഥലമൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് തന്നെ. ഷൈനി ജീവനൊടുക്കുന്നതിന് തലേ ദിവസം ഉച്ചയ്ക്ക് 2:30 മണിയോടെ ഉറ്റ സുഹൃത്തായ ജെസ്സിയുടെ വീട്ടിലെത്തിയിരുന്നു. ജെസ്സിയുടെ വീട്ടിലെത്തി താൻ മുംബൈയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാൻ പോവുകയാണ്. അവിടെ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം അമേരിക്കയിലേക്ക് പോകണം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ പഠിക്കുന്ന സ്കൂളിലെ ഹോസ്റ്റലിൽ തന്നെ താമസിപ്പിക്കുവാനുള്ള സൗകര്യവും ഒരുക്കുവാൻ വേണ്ടി ആ സ്കൂളിൽ പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതായത് മുന്നോട്ട് ജീവിക്കണം എന്ന് അപ്പോഴും ഈ ഷൈനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരം ഏകദേശം 3:30 മണിയോടുകൂടി വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയതിന് ശേഷം 5:30 മണിക്ക് സുഹൃത്തിന് മെസ്സേജ് അയക്കുന്നു ജെസ്സിക്ക്. പക്ഷേ ജെസ്സിക്ക് അപ്പോൾ അത് കാണാൻ കഴിഞ്ഞില്ല. രാത്രിയിലാണ് കാണുന്നത്. തിരിച്ചു വിളിക്കാനും കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെയാണ് ഷൈനി മരിച്ചതായിട്ട് ജെസ്സി മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു 3:30 മണിക്കും 5 മണിക്കും ഇടയിൽ എന്തോ ഒന്ന് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്താണെന്നാണ് ഇനി പോലീസ് കണ്ടെത്തേണ്ടത്. ഭർത്താവ് മെസ്സേജ് അയച്ചിരുന്നു അല്ലെങ്കിൽ വിളിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയണം. പക്ഷേ എന്നിരുന്നാലും ഷൈനിക്ക് അന്നത്തെ ദിവസം ഉണ്ടായ ഒരു
കാരണമാണ് ഈ ആത്മഹത്യ ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളെ നിർബന്ധപൂർവ്വമാണ് വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അവരെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയവും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതൊക്കെ ഇനി പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഷൈനിയുടെ ഭർത്താവായ നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ജനരോഷമാണ് ഈ സംഭവത്തിൽ ഉയർന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ ഫാദർ ബോബിയെ ഓസ്ട്രേലിയയിലെ പള്ളിയുടെ വെബ്സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതും വലിയ രീതിയിലൊരു ക്യാമ്പയിൻ ആ വികാരിയെ അവിടെ നിന്ന് മാറ്റണം എന്നടക്കം ഉന്നയിച്ചുകൊണ്ട് നടന്നിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാവാം ഇതൊക്കെ സംഭവിച്ചത്. എന്നിരുന്നാലും ഇത്തരത്തിലൊരു സാഹചര്യം ഇനി ആർക്കും ഉണ്ടാവരുത്. ഇപ്പോൾ 9 വർഷത്തോളം ഗ്യാപ്പുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് പല ആശുപത്രിയിലും ജോലി നിഷേധിച്ചത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഷൈനിമാർ പലപ്പോഴും പലയിടങ്ങളിലും ജോലി അന്വേഷിച്ച് വരും. അവരെ ചേർത്ത് പിടിക്കാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തയ്യാറാകണമെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. ഷൈനിയുടെ ഈ മരണം ഒരു മാറ്റത്തിന് കാരണമാക്കണം. കാരണം ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവർക്ക് ജോലി നൽകി അവരെ ചേർത്ത് പിടിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലുള്ള ഷൈനിയും ആ കുഞ്ഞുങ്ങളും മരണത്തിന് കീഴടങ്ങി എന്നുള്ള ഒരു വാർത്ത വരാതിരിക്കും. എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഇത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയത്ത് നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.